AI ക്യാമറ സ്പ്രിംഗ്ലർ ഇടപാടുകളിൽ സംസ്ഥാന സർക്കാരിനെതിരെ അഴിമതി ആരോപിച്ച് നൽകിയ ഹർജി തള്ളിയതിൽ വിവാദ പ്രസ്താവനയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഏതോ ജഡ്ജി വായിൽ തോന്നിയത് പറഞ്ഞെന്നായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം. നിയമസഭയിൽ നിശബ്ദനായിട്ടിരുന്നിട്ട് പുറത്തിറങ്ങി വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നയാളാണ് പ്രതിപക്ഷ നേതാവെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. സ്പ്രിംഗ്ലർ വിവാദത്തിൽ അഴിമതി ആരോപിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയിരുന്നു. AI ക്യാമറ സ്ഥാപിച്ചതിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമർപ്പിച്ച ഹർജിയും കോടതി നേരത്തെ തള്ളിയതാണ്. ഇവ സംബന്ധിച്ച ചോദ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിച്ചത്. അതേതോ ചീഫ് ജസ്റ്റിസ് ഓപ്പൺ കോടതിയിൽ അദ്ദേഹത്തിന് വായി തോന്നിയത് പറഞ്ഞാണ്. പക്ഷേ കേസ് ഫയലിൽ സ്വീകരിച്ച ആ കേസ് നടത്തി. മറ്റേ കേസിൽ പണം കൊടുത്തത് തടഞ്ഞു വെച്ചു. കാരണം പ്രൈമാ ഫസി ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞു. അവസാനം ഈ രണ്ട് കേസിലും പറഞ്ഞത് ഇപ്പോൾ ഇൻഫ്രക്ഷസ് ആയി, കാരണം ആ പദ്ധതി നടപ്പിലായി. ആരോപണങ്ങൾ യുക്തിപരമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല. രാഷ്ട്രീയ തർക്കങ്ങൾ ഉന്നയിക്കാനുള്ള ഉപകരണമല്ല പൊതുതാൽപര്യ ഹർജി എന്നറിയാവുന്നവരാണ് നിയമസഭാ സാമാജികർ എന്നിങ്ങനെ കഠിന വിമർശനത്തോടെയാണ് AI ക്യാമറ കേസിൽ നേരത്തെ കോടതി പ്രതിപക്ഷ നേതാവിന്റെ ഹർജി തള്ളിയത്. ഹർജി നൽകിയതിലെ കാലതാമസം ചൂണ്ടിക്കാട്ടിയ കോടതി പദ്ധതി പ്രവർത്തിച്ചു തുടങ്ങിയ ശേഷം പരാതിയുമായി എത്തിയത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. നിയമസഭയിൽ മിണ്ടാതിരുന്നിട്ട് പുറത്തിറങ്ങി വസ്തുതാവിരുദ്ധത പ്രചരിപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവ് സഭയിൽ മറുപടി കിട്ടിയാൽ പൊട്ടിപ്പോകുന്ന ബലൂണാണെന്ന് മന്ത്രി പി രാജീവ് പരിഹസിച്ചു. ചോദിച്ചാൽ ഉത്തരം കിട്ടും. നിയമസഭയിൽ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നേരെ കൃത്യമായ മറുപടി കിട്ടിയാൽ ഒറ്റ നിമിഷം കൊണ്ട് പൊട്ടിത്തീരുന്ന ഒരു ബലൂണാണ് പ്രതിപക്ഷ നേതാവ്. അതുകൊണ്ട് അദ്ദേഹം ഉപപ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുമ്പോൾ അദ്ദേഹം നിശബ്ദനായിട്ട് കേട്ടിരുന്നു. എന്നിട്ട് ഇന്ന് പത്രസമ്മേളനത്തിലും ഇന്നലെ ഒരു മീറ്റിംഗിലും പറയുകയുണ്ടായി. അത് ഇങ്ങനെ പറയുകയുണ്ടായി, വ്യവസായ മന്ത്രി ഇങ്ങനെ പറയുകയുണ്ടായി. അദ്ദേഹത്തിന് അപ്പം ചോദിക്കാമല്ലോ ഞാൻ ഇവിടെ പറഞ്ഞു. സ്പ്രിംഗ്ലർ ഇടപാടിൽ നേരത്തെ അഴിമതി ആരോപണം ഉന്നയിച്ചത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അല്ല, സ്പ്രിംഗ്ലർ കേസിന് ഞാൻ കേസൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ സ്പ്രിംഗ്ലർ കേസ് ഇട്ടിട്ട് ഓടിയത് ആരാണ്? സ്പ്രിംഗ്ലർ കേസ് അത് വേണ്ട എന്ന് വെച്ചിട്ട് അത് ഇട്ടിട്ട് ഓടിയത് ആരാണ്? പിണറായി വിജയനാണ് വേണ്ടെന്ന് വെച്ചത്. അതിനെ പറ്റിയുള്ള വിവാദങ്ങൾ പുറത്തു വന്നപ്പോൾ അത് നടപ്പായില്ലല്ലോ. പിന്നെ കോടതി എന്ത് പറയാനാ? അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് അടുത്ത തവണ അധികാരം കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് പറയുന്നതെന്ന് LDF കൺവീനർ. വനവാസത്തിന് പോകാനാണ് തീരുമാനമുണ്ടെങ്കിൽ മുൻകൂട്ടി തന്നെ കേരളത്തിലെ വനം വകുപ്പിനെ അറിയിക്കണം, ആവശ്യമായ രക്ഷാ നടപടികൾ സ്വീകരിക്കാൻ എന്നുള്ള പ്രശ്നം ഞാൻ നിയമസഭയിൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് കടുത്ത ആക്ഷേപങ്ങൾ ഉന്നയിക്കാനും ആരോപണങ്ങൾ ഉന്നയിക്കാനും അടിസ്ഥാനരഹിതമായ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലത്ത് ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ ചോർന്നുവെന്ന വാദം നിലനിൽക്കില്ലെന്നാണ് സ്പ്രിംഗ്ലർ കേസിലെ ഹർജി തീർപ്പാക്കിക്കൊണ്ട് കോടതി പറഞ്ഞത്. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സുരേന്ദ്രൻ തുടങ്ങിയവരടക്കം നൽകിയ പൊതുതാൽപര്യ ഹർജികൾ തീർപ്പാക്കിക്കൊണ്ടായിരുന്നു ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻസ്, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. AI ക്യാമറ സ്ഥാപിച്ചതിൽ അഴിമതി ആരോപിച്ചുള്ള വി ഡി സതീശന്റെ ഹർജി പൊതു താൽപര്യമാണോ അതോ പബ്ലിസിറ്റി താൽപര്യമാണോ എന്നായിരുന്നു മുമ്പ് കോടതി ചോദിച്ചത്. ഇതടക്കം ചൂണ്ടിക്കാട്ടി പ്രതികരണം ആരാഞ്ഞപ്പോൾ ന്യായാധിപർ വായിൽ തോന്നിയത് പറയുന്നുവെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഗുരുതര പരാമർശം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.